ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഈ 3 ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇൻട്രോ എടുക്കുന്നത് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഷോപ്പിൽ വന്നതിന് ശേഷമാണ്. ഈ ഒരു 3 ദിവസത്തെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ അതിനു മുന്നേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജിമ്മിൽ അധികം ഒന്നും പോയിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ 2 ജിമ്മിൽ പോയിട്ടുണ്ട്. ഒന്ന് വെമ്പായത്തുള്ളൊരു ജിമ്മിൽ പോയിട്ടുണ്ട്. ജിമ്മിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ കാട്ടായിക്കുളത്തുള്ള ഒരു ജിമ്മിലും പോയിട്ടുണ്ട്. ഞാനിപ്പോൾ പോകുന്ന ജിമ്മ് തൈക്കാടുള്ള ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന ജിമ്മിലാണ്. അപ്പോൾ ഈ പോയ 2 ജിമ്മിൽ നിന്നും ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ വരാം. ബട്ട് അതിനെക്കാട്ടിയും എനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രെയിനറുടെ സപ്പോർട്ടാണ്. പോകുന്ന ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ എക്യുപ്മെന്റ്സോ അവിടുത്തെ സൗകര്യങ്ങളോ ഇതൊക്കെ സെക്കൻഡറി വരുന്ന കാര്യങ്ങളാണ്. ഈ 2 ജിമ്മുകളിൽ നിന്നും എനിക്കൊരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രെയിനർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിന്ന് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് ഈ ഒരു 3 ദിവസത്തെ എക്സ്പീരിയൻസിൽ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇത് അവരുടെ ഒരു പ്രൊമോഷനോ ഒന്നുമല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്കുണ്ടായ ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിലൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വന്നു തുടങ്ങി. കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ നിൽക്കാനൊക്കെ നമുക്ക് ഒരു മൈൻഡെല്ലാം വരുന്നുണ്ട്. ഞാൻ ശരിക്കും ഫുഡിൽ കൺട്രോൾ ഇടുന്നത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത്രയും എഫേർട്ട് ഇട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പോയിട്ട് ഫാറ്റ് കൂട്ടാനായിട്ടുള്ള ഫുഡൊന്നും ആരും കഴിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ജിമ്മിൽ പോയി ഇരിക്കുന്നവർ ജസ്റ്റ് ഫസ്റ്റിൽ തന്നെ കൺട്രോൾ ചെയ്ത് തുടങ്ങണ്ട. ജിമ്മിൽ പോയി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ജേണി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായിട്ട് തോന്നും ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യണം എന്ന്. ആ ഒരു ചെയിനിൽ കറക്റ്റായി നടന്നോളും. അപ്പോൾ ജിമ്മിൽ പോകാനായിട്ട് മടിച്ച് നിൽക്കുന്നവർ ഫുഡിനെ പറ്റിയിട്ടോ കാര്യങ്ങളെ പറ്റിയിട്ടോ ചിന്തിക്കേ വേണ്ട. റെഗുലറായിട്ട് പോവാം. പോയൊരു ഒരാഴ്ച പോകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി തുടങ്ങും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു 3 ദിവസത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം. തൈക്കാട് ആ സിഗ്നലിന്റെ അവിടെ തന്നെയാണ് ഈ ജിമ്മ് വരുന്നത്. ജിമ്മിന്റെ പേര് ഔട്ട്ഫിറ്റ് എന്നാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. കോൺടാക്ട് ചെയ്തിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ വരാം. നിങ്ങൾ പോയി ഇന്നത്തെ വരന്റെ വർക്കൗട്ട് Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting. And I'll never look back, moving on till I get it all. And we all got dreams, we all want things. But what you gonna do for it, how you gonna move for it, what you gonna be? And do you believe you can do anything? But what you gonna do for it, how you gonna move for it, what you gonna be? ഗൈസ്, അപ്പോൾ ഡേ 3 വർക്കൗട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.